എന്ന് കേക്കിന് ഓർഡർ തന്നാലും റോയിച്ചേട്ടനൊരു ഡിമാൻഡുണ്ട്, ബർത്ത്ഡേക്കാരനല്ലെങ്കിൽ ബർത്ത്ഡേക്കാരി കേക്ക് കാണുമ്പോൾ ഞെട്ടണമെന്ന്. അത് കേൾക്കുമ്പോൾ ഞാനൊന്ന് ഞെട്ടാറുണ്ട് കേട്ടോ. കാരണം ഞാൻ എങ്ങനെയാണ് അവരെ ഞെട്ടിക്കുക എന്ന് വിചാരിച്ചിട്ട്. ഇത്തവണ ഞാൻ ഞെട്ടിക്കേണ്ടത് ചേട്ടൻ്റെ മരുമകനെയായിരുന്നു കേട്ടോ. ചേട്ടൻ എനിക്ക് എപ്പോൾ റെഫറൻസ് തന്നാലും കുറേ അധികം കളർഫുള്ളായിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും തരിക. ഇത്തവണയും അതുപോലെ കുറേ റെഫറൻസുകൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, എല്ലാം കളർഫുള്ളായിരുന്നു കേട്ടോ. അതിൽ ചേട്ടനെ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് തന്നൊരു ഇമേജ് ആയിരുന്നു. ഇമേജിൻ്റെ അടുത്തോടെ ഒന്നും നമുക്ക് പോകാൻ സാധിക്കില്ലോ, എങ്കിലും ഒന്ന് ട്രൈ ചെയ്തോളാനായി ചേട്ടൻ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് തോരണമൊക്കെ തൂങ്ങിയൊരു ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തോരണം അങ്ങ് ഒഴിവാക്കിയേക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, തോരണം ഉള്ളതല്ല കേക്കിനുണ്ട് ഭംഗി, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാനും ആ തോരണം അങ്ങ് വരച്ചു കൊടുത്തു. പിന്നെ പിങ്കും യെല്ലോയും വയലറ്റും അങ്ങനെ കുറച്ച് കളറുകൾ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു കേട്ടോ. കുറേ ഫ്ലവേഴ്സ് വരച്ചിട്ടുള്ള, എല്ലാം ഫോണ്ടൻ ഫ്ലവേഴ്സിൻ്റെ രൂപത്തിലായിരുന്നു ആ ഇമേജിൽ കണ്ടത്. പിന്നെ അതെല്ലാം ക്രീമിൽ തന്നെ ചെയ്താൽ മതി, ഫോണ്ടൻ്റ് ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം ക്രീമിനകത്ത് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ. പിന്നെ അതിൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ നമുക്കങ്ങ് ഒപ്പിക്കാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ അങ്ങ് ഒപ്പിച്ചു കൊടുത്തു. പിന്നെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്, ഇതുവരെ ആരും ഒരു കേക്കിൽ അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി അഡ്രസ്സിങ് ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. മിസ്റ്റർ മരുമകൻ എന്ന് എഴുതി വെച്ചോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി കേട്ടോ. നമ്മളിതുവരെ കാണാത്ത ഒന്നല്ലേ, ഒരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക്